ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അവൽ ഉപ്പുമാവിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചുവന്ന അവിലാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് നന്നായിട്ട് കഴുകി വാരിയെടുക്കുക. ഏത് അവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. വെളുത്ത അവിലാണെങ്കിലും കുഴപ്പമില്ല, ചുവന്നതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് ഇത് നന്നായിട്ട് കഴുകി വാരി മാറ്റി വെക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ഒന്ന് ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബെൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അവിലൊക്കെ ഇങ്ങനെ കഴുകി വാരി മാറ്റി വെക്കുക. അപ്പോൾ ഇത് രാവിലെ സമയക്കുറവുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിലക്കടലയും കൂടി ഇട്ട് കൊടുത്തു. ഇതിനെ ഒന്ന് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. അപ്പം നിലക്കടലയും കടലപ്പരിപ്പും ഒക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പം ഇഞ്ചി ഇട്ട് കൊടുത്ത് അതിലേക്ക് 2 പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് അല്പം കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം ഇതിനെ ഒന്നും കൂടെ നമ്മൾ വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത്രയും വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു സവോള കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. കുനുകുനാന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വഴറ്റുക. അപ്പോൾ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന ആ സമയത്തേക്കും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്നും കൂടി ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഈ മഞ്ഞപ്പൊടി ഉപ്പും അതുപോലെ തന്നെ നമ്മളെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അവലില്ലേ കഴുകിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മളെ ഈ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനൊന്ന് നന്നായിട്ട് പിടിക്കുന്നത് വരെ അതുവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മളിതിനെ ഒന്ന് തട്ടി ഉറപ്പിച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ഒരു 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തട്ടി വെക്കണം. അപ്പം എങ്കിൽ മാത്രമേ എല്ലായിടത്തും ഒരുപോലെ കുക്കായിട്ട് വരികയുള്ളൂ. അപ്പം ഇത്രയും ആയതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പം നമ്മളെ അവലുപ്മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ഇതിൽ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. മല്ലിയിലയാണ്. അത് ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.